ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മാരുതി അവരുടെ പുതിയ സ്വിഫ്റ്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ വാഹനത്തെ പറ്റി ഇന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. അസംബ്ലോ ലോഗോ എന്ന് തന്നെ തുടങ്ങാം. ലോഗോ നൽകിയിട്ടുള്ളത് ബമ്പറിൻ്റെ ഏറ്റവും മുകൾ വശത്തായിട്ടാണ്. പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ മാരുതി ഈ പുതിയ സ്വിഫ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്: ഒന്ന്, ഹെഡ് ലാമ്പും ഫോഗ് ലാമ്പും. പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ഫോഗ് ലാമ്പും ഹെഡ് ലാമ്പിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കണ്ടാൽ തോന്നും പ്രൊജക്ടർ ഹെഡ് ലാമ്പാണെന്ന്, പക്ഷേ സാധാ ഹാലജൻ ഹെഡ് ലാമ്പ് തന്നെയാണ്. ഈ കാണുന്ന വാഹനം VXA വേരിയൻറ്റിലാണ്. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ടൈലാമ്പാണ് പുതിയ സ്വിഫ്റ്റിന് മാരുതി നൽകിയിട്ടുള്ളത്. സ്വിഫ്റ്റിന് ക്വാർട്ടർ ഗ്ലാസും അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഡോർ ഹാൻഡിലുമാണ് നൽകിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7 ലക്ഷം തൊട്ട് 11 ലക്ഷം വരെയാണ്. ഏജിനെ പറ്റി പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടിക്ക് 25 കിലോമീറ്ററും ലിറ്ററിന്, മാനുവൽ വണ്ടിക്കാണെങ്കിൽ 24 കിലോമീറ്ററും, കൂടാതെ 6 എയർ ബാഗും പുതിയ സ്വിഫ്റ്റിൽ മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ. ഈ റണ്ണിംഗ് ബോർഡിൽ കാണുന്ന ഈ ബ്ലാക്ക് പീസ് അക്സസറീസ് വരുന്നതാണ്. ഈ കാണുന്നതാണ് പുതിയ സ്വിഫ്റ്റിൻ്റെ സൈഡ് മൗണ്ടിങ്. ഇൻഫോ സിസ്റ്റവും AC കൺട്രോൾസും എല്ലാം ഡ്രൈവർ സൈഡിലോട്ടേക്ക് സ്വല്പം ചരിഞ്ഞാണ് മാരുതി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഡിസൈനോട് കൂടിയാണ് ഡാഷ്ബോർഡാണ് മാരുതി പുതിയ സ്വിഫ്റ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വിഫ്റ്റിൻ്റെ അതേ സ്റ്റിയറിംഗ് വീലാണ് പുതിയ സ്വിഫ്റ്റിനും മാരുതി കൊടുത്തിട്ടുള്ളത്. ട്രാക്ഷൻ കൺട്രോളറും ഐഡിയൽ എഞ്ചിൻ സ്റ്റോപ്പ് സ്വിച്ചും ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗവൺമെൻറ്റുകളുടെ കൺട്രോൾസ് എല്ലാം ഡോർ പാഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 1200 cc 1.2 ലിറ്റർ Z സീരീസ് 3 സിലിണ്ടർ എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിന് കരുത്തേകുന്നത്. ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 265 ലിറ്ററാണ്.